महालक्ष्मी नमः। स्थूलसूक्ष्ममहारौद्रे महाशक्तिमहोदरे महापापहरे देवी महालक्ष्मी नमोऽस्तुते। सर्वत्र देवी नाम संकीर्तनं महादेव्यै नमः। സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. മഹാലക്ഷ്മി ആഖ്യാനം തുടർന്നു കൊണ്ടുപോകുന്നു. ദുർവാസാവ് ഇന്ദ്രനെ ശപിച്ച ഭാഗങ്ങളെയാണ് നമ്മൾ അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. അങ്ങനെ ദുർവാസാവ് പറയാണ്, ഹേ ഇന്ദ്ര, നീ അഹങ്കാരത്തോടെയാണ് ആ പുഷ്പം ആനയുടെ മസ്തകത്തിൽ വെച്ചത്. ഈ അപരാധത്തിന്റെ ഫലമായി ലക്ഷ്മി അങ്ങയെ വിട്ട്, സ്വർഗലക്ഷ്മി അങ്ങയെ വിട്ട് വൈകുണ്ഠത്തിൽ ഹരിപാദത്തിലേക്ക് പോകും. ഞാൻ ശ്രീഹരിയുടെ ഭക്തനാണ്. എനിക്ക് ദേവേന്ദ്രനെയോ ബ്രഹ്മാവിനെയോ ആരെയും ഭയമില്ല. അങ്ങയുടെ അച്ഛനായ കശ്യപ പ്രജാപതിയും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ദുർവാസാവ് ദേഷ്യത്തോടുകൂടി ശപിച്ച് പറഞ്ഞ സമയത്ത് ഇന്ദ്രൻ ദുർവാസാവിൻ്റെ കാല് പിടിച്ചു എന്നാണ് പറയണത്. കാല് പിടിച്ചിട്ട് പറഞ്ഞു, പ്രഭോ, അങ്ങ് തന്ന ശാപം ഉചിതം തന്നെയാണ്. പക്ഷേ എങ്കിലും നഷ്ടപ്പെട്ട സമ്പത്ത് തിരികെ കിട്ടണം എന്ന് ഞാൻ അങ്ങയോട് യാചിക്കുകയാണ്, പശ്ചാത്തപിക്കുകയാണ് ഞാൻ ചെയ്തതിൽ. അതുകൊണ്ട് എനിക്ക് അതിനുള്ള ഉപായവും ആത്മവിദ്യയും എനിക്ക് ഉപദേശിച്ചു തരണം. ആപത്തുകൾക്കെല്ലാം കാരണം ഈ സമ്പത്ത് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കണു. ഈ സമ്പത്താണ് ആത്മജ്ഞാനത്തെ മറയ്ക്കാൻ കാരണമായിട്ട് തീരുന്നത്. അതുകൊണ്ട് അത് ഭക്തിയെയും മറയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇപ്രകാരത്തിൽ പ്രവർത്തിക്കാൻ തോന്നിയത്. അതുകൊണ്ട് എൻ്റെ ഈ അജ്ഞതയെ മാറ്റി എനിക്ക് ശാപമോക്ഷം തരണം എന്നതാ ദുർവാസാവിൻ്റെ കാലിൽ വീണ് ഇന്ദ്രൻ നമസ്കരിക്കുന്നു. ഉത്തരമായിക്കൊണ്ട് ദുർവാസാവ് പറയണോ, ഹേ ദേവേന്ദ്ര, സമ്പത്ത്, ജന്മം, മൃത്യു, ജര, ശോകം, രോഗം മുതലായിട്ടുള്ളത് കാരണം മനുഷ്യന് മുക്തിമാർഗത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. മുക്തിമാർഗത്തിന് ഇതെല്ലാം തടസ്സമായി നിൽക്കുന്നുണ്ട്. മൂഢനായിട്ടുള്ള മനുഷ്യൻ സമ്പത്ത് കാരണം ഉന്മത്തനായിട്ട് ഭവിക്കണു. അതുമൂലം മധുര മുതലായിട്ടുള്ളവയെല്ലാം കഴിച്ച് ഉള്ള ബുദ്ധിയെയും കൂടി ഇല്ലാതെ കണ്ടാക്കി ആ സമയത്ത് അവനെ വഞ്ചിക്കാനായിട്ട് മിത്രങ്ങളും ഉറ്റമിത്രങ്ങളും ബന്ധുക്കളും എല്ലാം അവൻ്റെ കൂടെ കൂടിച്ചേരണു. അങ്ങനെ ഐശ്വര്യമത്തവും വിഷാസക്തനും ഒക്കെ ആയി സത്വഗുണത്തെ വിട്ട് രജോഗുണവും പിന്നീട് തമോ ഗുണവും കൊണ്ട് സ്വയം അധപതിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഷയാന്ധന്മാർ രണ്ടു തരത്തിലുള്ളവരുണ്ട്, രാജസനും താമസനും. ശാസ്ത്രജ്ഞാനം തീരെയില്ലാത്തവനാണ് താമസൻ. ശാസ്ത്രജ്ഞാനമുള്ളവനാണെങ്കിലും വിഷയങ്ങളിൽ മനസ്സിനെ വെച്ചിരിക്കുന്നവനാണ് രാജസൻ. അതുകൊണ്ട് ശാസ്ത്രം രണ്ടു തരത്തിലുള്ള വഴികളെയാണ് കാണിച്ചു തരുന്നത്. ഒന്ന് പ്രവൃത്തിക്ക് കാരണമായിട്ടുള്ളതും മറ്റേത് നിവൃത്തിക്ക് കാരണമായിട്ടുള്ളതും. ആദ്യം ജീവികൾ എല്ലാവരും സഞ്ചരിക്കുന്നത് പ്രവൃത്തിയുടെ മാർഗത്തിലാണ്. അതിൽ സന്തുഷ്ടരായി ഉന്മത്തരെ പോലെ അവര് ആ മാർഗത്തിൽ സദാ വിഹരിച്ചു കൊണ്ടിരിക്കണു.
എപ്രകാരം എന്ന് ചോദിച്ചാൽ ഉത്തരം പറയുന്നത് ഇവിടെ തേനിൽ കൊതിപൂണ്ട ഭ്രമരത്തെ പോലെ, വണ്ടുകളെ പോലെ എന്നാണ്. ക്ലേശം സഹിച്ച വഴിക്ക് പുവണു, ഒടുക്കം ജനനമരണങ്ങൾക്കും ജരാവ്യാധികൾക്കും വിധേയരായിത്തീരണു എന്ന് പറയാണ്. തേൻകൂട്ടില് ആ തേനിന്റെ മാധുര്യം അറിഞ്ഞ വണ്ട് തേൻ കുടിക്കാൻ പോയാൽ എന്തുണ്ടാവും? തേനീച്ചകളെല്ലാം അതിനെ കുത്തി കൊല്ലും. അതുമാതിരിയാണ് എന്ന് പറയാണ്. അനേകം ജന്മങ്ങൾ കഴിയുന്നതുവരെ സ്വകർമ്മഫലത്തിനനുസൃതമായിട്ട് നാനായോനികളെ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണു. പിന്നെ ഈശ്വരേച്ഛ മൂലം ഒരുവന് എപ്പോഴാണോ സജ്ജന സംസർഗം ചെയ്യാനുള്ള ഭാഗ്യം, അവസരം കിട്ടുന്നത്, അപ്പോഴാണ് അവൻ രക്ഷപ്പെടുന്നത്. ഈ ജനന മരണ പ്രവൃത്തിമാർഗങ്ങളിൽ നിന്ന് നിവൃത്തിമാർഗങ്ങളിലേക്ക് എത്തുന്നത്. നൂറായിരങ്ങളിൽ ഒരുവന് മാത്രമാണ് ഈ സംസാരത്തെ അപ്രകാരം സജ്ജന സംസർഗം കൊണ്ട് തരണം ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ സത്സംഗത്തിനുള്ള അവസരങ്ങൾ കിട്ടുന്നത് എന്ന് പറയാണ്. സജ്ജനങ്ങള് തത്വജ്ഞാന ദീപം കൊണ്ട് അങ്ങനെയുള്ളവർക്ക് മുക്തിമാർഗം കാണിച്ചു കൊടുക്കും. അപ്പോൾ അവര് ബന്ധനത്തിൽ നിന്നും വിമുക്തരായി മുക്തിമാർഗത്തിലേക്കുള്ള ശ്രമം ആരംഭിക്കും. അനേകം ജന്മങ്ങളിലെ പുണ്യം കൊണ്ട്, തപസ്സുകൊണ്ട്, ഉപവാസം കൊണ്ട്, വ്രതങ്ങൾ മുതലായവ അനുഷ്ഠിക്കുന്നത് കൊണ്ട് പരമസുഖപ്രദമായിട്ടുള്ള മുക്തിമാർഗം സജ്ജനങ്ങളുടെ അനുഗ്രഹത്താൽ നിർവിഘ്നം അവന് ലഭിക്കാൻ ഇടവരും. അതുകൊണ്ട് ഹേ പുരന്ദര, ഹേ ഇന്ദ്ര, അങ്ങ് ചോദിച്ചതിന് ഉത്തരം ഞാനിതാ പറഞ്ഞു. ദുർവാസാവിന്റെ ഉപദേശം കേട്ട ഇന്ദ്രന് മോഹമെല്ലാം നശിച്ചു. ദിനംപ്രതി ആ വിരക്തിയും വർദ്ധിച്ചു വന്നു. ദുർവാസാവിനെ കണ്ട ആ സ്ഥലത്ത് നിന്ന് അദ്ദേഹം സ്വന്തം ഭവനമായിട്ടുള്ള അമരാവതിയെ നോക്കിക്കണ്ടു. ഇപ്പോൾ തന്റെ ഭവനമായിരുന്ന അമരാപുരിയിലെ അമരാവതി എന്ന് പറഞ്ഞ പുരിയില് ദൈത്യന്മാരും അസുരന്മാരും നിറഞ്ഞിരിക്കണു. ദേവന്മാരൊന്നും അവിടെ ഇല്ല. എല്ലാവരും ഭയപ്പെട്ട് അവിടെ നിന്നും ഓടി പോയിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട ദേവേന്ദ്രൻ തന്റെ ശത്രുക്കളായിട്ടുള്ള ദൈത്യന്മാര് തന്റെ സ്വർഗലോകവും അമരാവതിയും എല്ലാം കൈയടക്കി എന്ന് മനസ്സിലാക്കി ദുഃഖിച്ചുകൊണ്ട് ദേവഗുരുവായിട്ട് ബൃഹസ്പതിയുടെ അടുത്തേക്കാണ് അത്രേ ചെന്നത്. മന്ദാകിനി നദിയുടെ തീരത്ത് വെച്ച് ദേവേന്ദ്രൻ ബൃഹസ്പതി ദേവഗുരുവിനെ കണ്ടു. ഗംഗാജലത്തിൽ ഇറങ്ങി പരബ്രഹ്മധ്യാനത്തില് നിമഗ്നനായിരിക്കുകയായിരുന്നു ബൃഹസ്പതി. ജ്ഞാനികളിൽ അതിശ്രേഷ്ഠനും ദേവഗുരുവുമായിട്ടുള്ള ആ ബൃഹസ്പതി ധ്യാനം കഴിഞ്ഞ് ഒരു യാമം നേരം ധ്യാനത്തിൽ അവിടെ ഇരുന്നു എന്നാണ് പറയണത്. ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. അപ്പോഴാണ് ദേവേന്ദ്രനെ കണ്ടത്. ദേവേന്ദ്രൻ ഉടൻ തന്നെ ചെന്ന് തന്റെ ഗുരുവിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്, എന്താ പിന്നീട് നടന്നത് എന്ന ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. സമയം കഴിഞ്ഞിരിക്കെ ഇവിടെ തന്നെ ഇന്ന് നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീഹരയേ നമഃ.